തോൽക്കാൻ സാധിക്കാത്തത്. തോൽപ്പിക്കാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്. കാടിളക്കി കൊമ്പ് കുലുക്കി കൊമ്പന്മാരും വമ്പന്മാരും പലരും വന്നിട്ടുണ്ട്. 957 പ്രോഗ്രസീവ് ലീഗ് വന്നു, 67 സമസ്ത ലീഗ് വന്നു, MDP വന്നു. ഫറൂഖ് മൗലവിയുടെ ബഹുമാനനായിട്ടുള്ള നാട്ടിക മൂസോസ്ഥാനെ എന്റെ പ്രസിഡന്റാക്കി. MDP മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ മുസ്ലിം പേരുള്ള ഒരു പാർട്ടി ഉണ്ടാക്കി. മുസ്ലിം ലീഗിനെതിരെ നാട്ടിക ഉസ്താദ് പ്രദേശത്ത് പോയിട്ടില്ല, പോകാതെ ഉറപ്പിടിച്ച് പ്രസിഡന്റാക്കി. നാട്ടിക ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നമ്മളെല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്, നിങ്ങൾ പ്രസിഡന്റ് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇല്ല, എന്നാലും നിങ്ങൾ എന്നെ പ്രസിഡന്റ്. അല്ലാഹു അക്ബർ. നാട്ടിക ഉസ്താദ് പറഞ്ഞു തീർന്നോ, തീർന്നു, എന്നാൽ പ്രസിഡന്റ് ആദ്യത്തെ പ്രഖ്യാപനം നടത്താൻ പോവാണ്. എല്ലാവരും പറഞ്ഞു മണ്ടല്ല പ്രസിഡന്റ് പ്രഖ്യാപനം നടത്താണ്, ലീഗിനെ പണിയാക്കണമെന്നായിരിക്കും പ്രഖ്യാപനം. മൂപ്പർ പറഞ്ഞു, നാം അതിനെ പിരിച്ചു വിട്ടിരിക്കുന്നു. നാട്ടിക ഉസ്താദിനോട് ലീഗിനെതിരെ പറഞ്ഞാൽ ഇപ്പൊന്നും മൂപ്പർ ഇല്ലാത്ത കുറെ ആള് ഭാഗ്യം. നാട്ടിക ഉസ്താദിനോട് ലീഗിനെതിരെ പറഞ്ഞാൽ ലീഗിനെ പഠിച്ച മനുഷ്യൻ സമൂഹ പൂക്കോട്ടൂരിനെ പോലെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ പോലെ ലീഗിനെ ആഴത്തി പഠിച്ച് അത് ചെയ്ത നന്മകളെ അറിഞ്ഞ് അതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അത് തകരരുതെന്ന് ഊണിലും ഉറക്കിലും തൂണിലും തുരുമ്പിലും ചിരികിലും ചിന്തയിലും ഇരുപ്പിലും നടപ്പിലും ചിന്തിക്കുന്ന മനുഷ്യന്മാരായിരുന്നു അവരൊക്കെ. ആ ഒരു പാരമ്പര്യം എന്തിനാ നമ്മൾ മറക്കണം? നമ്മളെന്തിനാ അതിന്റെ വഴിവിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകണം? ആരാ നമ്മളങ്ങനെ പോകാൻ പറയണം? ആരെങ്കിലും പറയണ്ടോ? എന്തിനാ നമ്മളങ്ങനെ പോകും? അങ്ങനെ പോകേണ്ട പ്രശ്നമില്ലല്ലോ. ഞാൻ പറയുന്നത് അറിയോ,